സൂത്രശാലിയായ കുറുക്കൻ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയ ബലശാലിയായ ഒരു കാളയുണ്ടായിരുന്നു. അതിന് സദാസമയവും ചുറ്റിക്കറങ്ങാനാണ് ഇഷ്ടം. ഒരിക്കൽ അത് നടന്ന് ഗ്രാമത്തിന് പുറത്തുള്ള കാട്ടിലെത്തിച്ചേർന്നു. നാലുപാടും നോക്കിക്കണ്ട ശേഷം കാള വീട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചുപോയത് മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ ശരീരഭാരം കുറഞ്ഞുപോയതുകൊണ്ടായിരുന്നു. അത് മുഴുവൻ നേരവും കാട്ടിൽ ചെലവഴിച്ചു. ഒരിക്കൽ കാള കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു കുളത്തിനരികിൽ ധാരാളം ചെടികളും പച്ചപ്പുല്ലും ഉള്ളത് കണ്ടു. കാള സന്തോഷത്തോടെ അവിടെ പുല്ലുമേഞ്ഞ് വയറ് നിറച്ചു. വയറ് നിറഞ്ഞപ്പോൾ കാള സന്തോഷം കൊണ്ട് മുക്കറയിട്ടു. അതേസമയം കാട്ടുരാജാവായ സിംഹം ആ കുളത്തിലേക്ക് വരികയായിരുന്നു. കാള മുക്കറയിടുന്ന ശബ്ദം കാട്ടിലെങ്ങും അലയടിച്ചു. ഈ ശബ്ദം കേട്ട സിംഹത്തിന് പേടി തോന്നി. അത് വിചാരിച്ചു, ഏതോ വലിയ വിചിത്ര ജന്തു ഇവിടെ അടുത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ബലശാലിയായതുകൊണ്ടാണ് ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത്. അതെന്റെ നേർക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രക്ഷപ്പെടുന്നതാവും നല്ലത്. പേടിച്ചരണ്ട സിംഹം വെള്ളം പോലും കുടിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. സിംഹം ഇങ്ങനെ പേടിച്ചോടുന്ന രംഗം രണ്ട് കുറുക്കന്മാർ കാണാനിടയായി. ശക്തിശാലിയായ സിംഹം എന്തിനെയോ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് അവയ്ക്ക് മനസ്സിലായി. നമ്മുടെ ശക്തനായ രാജാവ് എന്തോ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ദാഹിച്ച വെള്ളം പോലും കുടിക്കാതെയാണ് രാജാവ് തിരിച്ചോടുന്നത്. നീ പറഞ്ഞത് ശരിയാ. സിംഹത്തിനെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിക്കാൻ ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. ഈ അവസരം ശരിക്കും ഉപയോഗിച്ചാൽ നമുക്ക് മന്ത്രിപദം കിട്ടും. അതെ, അതും ശരിയാണ്. അതിനുള്ള പദ്ധതിയും ഞാൻ ആവിഷ്കരിച്ചു കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം. ഇത്രയും പറഞ്ഞിട്ട് കുറുക്കന്മാർ സിംഹത്തെ കാണാൻ ചെന്നു. കുറുക്കന്മാർ സിംഹത്തിന്റെ ഗുഹയിലെത്തിയപ്പോൾ പേടിച്ചരണ്ട് ശ്വാസം പിടിച്ച് തന്റെ സിംഹാസനത്തിലിരിക്കുന്ന സിംഹത്തിനെയാണ് കണ്ടത്. കുറുക്കന്മാർ രാജാവിനെ വണങ്ങിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, ഞാൻ അങ്ങയുടെ എളിയ ദാസനാണ്. അങ്ങ് അനുവദിക്കുമെങ്കിൽ എനിക്ക് അങ്ങയോടൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. പറയൂ കുറുക്ക, പറഞ്ഞോളൂ. എന്നിൽ നിന്ന് എന്താണ് അറിയേണ്ടത്? തിരുമനസേ, അങ്ങ് ധീരശൂര പരാക്രമിയാണ്. എന്നിട്ട് പോലും കുളത്തിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അങ്ങ് ഓടിപ്പോകുന്നത് കുറച്ചു മുമ്പ് ഞാൻ കണ്ടു. അങ്ങ് ആരെയോ കണ്ട് പേടിച്ചുവെന്ന് കരുതിയാൽ അത് തെറ്റാവുമോ? ശരിയാണ്, ഞാൻ പേടിച്ചു എന്ന് നിങ്ങൾ കരുതിയത് ശരിയാണ്. ഞാൻ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലൊരു ഭയങ്കര അലർച്ച കേട്ടു. ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു വിചിത്ര ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ഏതോ ഒരു ജന്തു നമ്മുടെ കാട്ടിലെത്തിയിരിക്കുന്നു. ഓഹോ, ആ ഭയങ്കര അലർച്ച അത് ഞാനും കേട്ടിരുന്നു പ്രഭോ. അതൊരു വലിയ കാളയായിരുന്നു. ഒന്നും പേടിക്കണ്ട, അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ശരി, ആ കാളയെ ഇവിടേക്ക് കൊണ്ടുവരൂ. ഉത്തരവ് പോലെ മഹാരാജൻ. കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം സിംഹവും കാളയും സുഹൃത്തുക്കളായി മാറി. അന്നു മുതൽ കാള സിംഹരാജാവിന്റെ ഉപദേശകനായി കൂടെ താമസിക്കാൻ തുടങ്ങി. കാള സിംഹത്തിന്റെ വിശ്വസ്തനായ ഉപദേശകനായി മാറിയത് കുറുക്കന്മാർ ദൂരെ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറുക്കന്മാർക്ക് അസൂയ തോന്നി. അവർ ഒരു ദുഷ്ടത നിറഞ്ഞ പദ്ധതി തയ്യാറാക്കി. കുറുക്കന്മാർ സിംഹത്തെ ചെന്ന് കണ്ടു പറഞ്ഞു: മഹാരാജൻ, ഞാൻ അങ്ങയുടെ വിനീതദാസനാണ്. ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ തുനിയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അങ്ങ് കാളയെ അതിരുകടന്ന് വിശ്വസിക്കുന്നുണ്ട്. കാള അങ്ങയുടെ ആരാധകനൊന്നുമല്ല. കാള കാട്ടിലെ രാജാവാകാൻ ശ്രമിക്കുന്നുവെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. അങ്ങ് സ്ഥലം വിട്ടാലുടനെ കാള ഇവിടുത്തെ രാജാവായി തീരും. അത് അനുവദിച്ചുകൂടാ. അങ്ങനെയാണോ കാര്യം? പക്ഷെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. മഹാരാജാവേ, കാളയുടെ തനിനിറം നമ്മൾ ഇനിയും കണ്ടിട്ടില്ല. അങ്ങയ്ക്ക് മുന്നറിയിപ്പ് തരേണ്ടത് എന്റെ കടമയാണ്. ഇനി എന്ത് വേണമെന്ന് അങ്ങ് തന്നെ തീരുമാനിക്കുക. വളരെ നന്ദിയുണ്ട് പ്രജകളെ, വിവരം അറിയിച്ചതിന് നന്ദി. പക്ഷെ ഇക്കാര്യം ഞാൻ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. പ്രഭു, ആ കാള അതിന്റെ നെറ്റി കൊണ്ട് അങ്ങയെ കുത്തി ഞെരുക്കുമ്പോൾ, അതിന്റെ കൊമ്പുകൾ കുത്തിയിറക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങയ്ക്ക് മനസ്സിലായിക്കോളും തനി നിറം. കുറുക്കന്മാർ പറയുന്നത് സിംഹം കുറേശ്ശെയായി വിശ്വസിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ ദുഷ്ടന്മാരായ കുറുക്കന്മാർ കാളയുടെ അടുത്ത് എന്ന് പറഞ്ഞു: പ്രിയ സുഹൃത്തെ, ഞാൻ സിംഹരാജാവിന്റെ ഒരു വിനീതദാസനാ. എന്നാലും ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ സിംഹത്തിന്റെ സുഹൃത്തും ഉപദേശകനുമാണ്. എന്നാലും സിംഹത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ്. സിംഹം നിന്നെ കൊന്നു തിന്നാനായി കാത്തിരിക്കുക. നിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനാ സുഹൃത്തായി അഭിനയിക്കുന്നത്.
പക്ഷേ അവസരം കിട്ടിയ ഉടനെ നിന്നെ കടന്നാക്രമിച്ച് കൊല്ലും. നീ സൂക്ഷിച്ചിരിക്കണം. നീ പോടാ നുണയാ. എന്റെ സുഹൃത്ത് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അടുത്ത പ്രാവശ്യം നിന്നെ കാണുമ്പോൾ സിംഹം രോഷത്തോടെ നോക്കുന്നത് കണ്ടാൽ നിനക്ക് മനസ്സിലാകും. സിംഹം നിന്നെ ആക്രമിക്കും. പിന്നെ നീ ജീവന് വേണ്ടി പോരാടേണ്ടി വരും. നിനക്കെന്തുകൊണ്ട് ഇപ്പോഴേ അതിന് തയ്യാറായിക്കൂടാ? ഇതെല്ലാം കേട്ടതും കാള ദേഷ്യം കൊണ്ട് വിറച്ചു. അതോടെ കാള തന്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് സിംഹത്തിന്റെ ഗുഹയുടെ നേർക്ക് ഓടാൻ തുടങ്ങി. സൂത്രക്കാരായ കുറുക്കന്മാർ വേഗം സിംഹത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് കാള വരുന്നുണ്ടെന്ന് വിവരം കൊടുക്കുകയും ചെയ്തു. കാള ഓടി വരുന്നത് കണ്ടപ്പോൾ സിംഹവും ആക്രമണത്തിന് തയ്യാറെടുത്തു. വിഡ്ഢികളായ ആ സുഹൃത്തുക്കൾ രണ്ടുപേരും കുറുക്കന്മാരുടെ തന്ത്രം മനസ്സിലാക്കിയില്ല. അവർ രണ്ടുപേരും ദേഷ്യത്തോടെ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആ കാള ചത്തുപോയി. അങ്ങനെ സൂത്രക്കാരായ കുറുക്കന്മാർ പദവി നേടാനായി സിംഹത്തിനടുത്തെത്തി. സിംഹം അവരെ രണ്ടുപേരെയും തന്റെ മന്ത്രിമാരായി നിയമിച്ചു. ആപൽക്കരമായ സന്ദർഭത്തിൽ ജീവൻ രക്ഷിക്കാൻ മനസ്സ് കാണിച്ചതിനുള്ള സമ്മാനം ഒടുവിൽ കുറുക്കന്മാർക്ക് അവർ ആഗ്രഹിച്ചത് കിട്ടി. സിംഹം തനിക്ക് സംഭവിച്ച നഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയതുമില്ല. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഥയുടെ സാരം മനസ്സിലായോ? നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഒരിക്കലും നല്ല സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കാതിരിക്കുക.